മോനെ, നീ എന്താടാ ഇങ്ങനെ? ഒരു മാസമായി നീ ഇങ്ങനെ അടച്ചുപൂട്ടിയിരിക്കാൻ തുടങ്ങിയിട്ട്. എനിക്ക് നീ എല്ലാം ഒന്ന് മറക്ക്. എനിക്കെൻ്റെ പയ്യ ധ്രുവയൊന്ന് കാണണം. എത്രയെന്ന് വെച്ചിട്ടാ നീ ഇങ്ങനെ? നീ ഞങ്ങളോടൊന്ന് മര്യാദ സംസാരിച്ചിട്ട് എത്ര കാലമായി? പുറത്തേക്ക് പോയൊന്നും ഇറങ്ങാതെ ഞാൻ അടച്ചുപൂട്ടിയിരുന്നോ? എൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീരുമോ? മമ്മി പ്ലീസ്, എത്ര പ്രാവശ്യത്തിലുള്ള മറുപടി മമ്മിയോട് ഞാൻ പറഞ്ഞു. പയ്യ ധ്രുവ ഇപ്പോൾ ഇല്ല. ഇപ്പോൾ ഇരിക്കുന്നത് ഞാൻ ആരാന്ന് എനിക്ക് പോലും ഒരു ഐഡിയ ഇല്ല. ഞാൻ ചിന്തിക്കുന്ന എന്താണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഞാൻ ജീവിക്കുന്നത് എന്തിനാന്ന് പോലും എനിക്കറിയില്ല. ഇങ്ങനെ ആവാൻ മാത്രം എന്ത് തെറ്റാണ് ഞങ്ങൾ നിന്നോട് ചെയ്തത്? നിന്നെ ഒരുപാട് സ്നേഹിച്ചതും. മമ്മി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? എന്നിട്ട് മമ്മി എന്തെൻ്റെ വേദന മനസ്സിലാക്കാത്തത്? മമ്മിക്കൊരു കാര്യം അറിയോ? ഞാനിവിടെ കടന്ന് ഓർത്ത് കരഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് എൻ്റെ അടുത്ത് ആരും ഉണ്ടായിരുന്നില്ല എന്നെ ചേർത്ത് പിടിക്കാൻ, എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ. അവൻ ആക്സിഡൻറ്റ് പറ്റിയ സമയത്ത് എനിക്ക് ഭ്രാന്താവുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ആ സമയത്ത് ആരെങ്കിലും എന്നെ ഒന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ എന്നെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ബട്ട് ആരും ഉണ്ടായിരുന്നില്ല. എൻ്റെ ഏതൊരു വിഷമഘട്ടത്തിലും എൻ്റെ അപ്പ മമ്മ എൻ്റെ കൂടെ ഉണ്ടാവുന്നായിരുന്നു എൻ്റെ വിശ്വാസം. പക്ഷേ അവരെ പിന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മമ്മി കരയണ്ട. കരഞ്ഞ് എൻ്റെ കണ്ണീരെല്ലാം പറ്റി. എനിക്കിനി കണ്ണീരുമില്ല, പരാതികളുമില്ല. അതുകൊണ്ട് തന്നെ ഇനി ഞാനിങ്ങനെ തന്നെ. ഇതിൽ നിന്നൊരു മാറ്റം മമ്മി പ്രതീക്ഷിക്കരുത്. മമ്മി ചെല്ല് പ്ലീസ്. നീ ഇവിടെ വന്നിരിക്കാന്നോ? ഞാൻ നിന്നെ റൂമിലെല്ലാം നോക്കി. എന്താ പറ്റി? വേറെ ഒന്നുമല്ല, അത് ഞാൻ ധ്രുവയെക്കുറിച്ച് എത്രയെന്ന് വെച്ചിട്ട് അവനെ ഞാൻ റൂമിൽ അടച്ചു പൂട്ടിയിരിക്കുന്നത്. നിനക്ക് അവളോട് ഒന്ന് സംസാരിച്ചൂടെ? എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഓരോ ജോലിക്കായിട്ട് കയറാൻ തുടങ്ങി. അതുകൊണ്ട് അവന് ജോലി നോക്കണം? ആരോടാ പറഞ്ഞ? പൊന്നോ, അവനോട് ജോലി നോക്കണം എന്നല്ല ഞാൻ പറഞ്ഞു. അവന് ജോലി നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അവന് സ്വന്തമായിട്ട് കമ്പനി ഇല്ലേ? അവിടേക്ക് അവൻ എന്താണ് വരാൻ താല്പര്യം അന്ന് വന്നാൽ മതിയെന്നല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അവനെന്താ ചെയ്യുന്നത്? ഒരു റൂമിൽ എങ്ങനെ അടച്ചു പൂട്ടിയിരുന്നോ? എങ്ങനെ ശരിയാവാ? എന്നോട് അവൻ സംസാരിക്കില്ല. നിനക്കിലൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തൂടെ? നിങ്ങളോട് അവൻ സംസാരിക്കുന്നില്ല എന്നല്ലേ? അവൻ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് ആരോടാ? അവൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ആരെയാ? നിങ്ങളെ അല്ലേ? നിങ്ങളോടിപ്പോൾ അവൻ സംസാരിക്കാത്തതേ നിങ്ങൾ അവനെ അത്രയും വേദനിപ്പിച്ചോണ്ടോ? പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നീ പറയുന്നത്? എൻ്റെ വൃത്തികേട് അംഗീകരിച്ചു കൊടുക്കണമായിരുന്നു. വൃത്തികേടോ? ഒരാളോട് സ്നേഹം തോന്നാണ് വൃത്തികേട്? അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്നേഹിച്ചല്ലേ കല്യാണം കഴിച്ചത്? നമ്മളെപ്പോലെയാണോ അവൻ? നോക്ക്, ഇതൊക്കെ നാട്ടുകാരറിഞ്ഞു അവരെന്തൊക്കെ പറയാൻ വല്ല ഐഡിയ നിനക്കുണ്ടോ? അവൻ പറഞ്ഞ ശരിയാ. നിങ്ങൾ അവനെ സ്നേഹിച്ചിട്ടില്ല. സ്നേഹിച്ചിരുന്നെങ്കിൽ അവനായിട്ട് നിങ്ങൾ അംഗീകരിച്ചേനെ. പക്ഷെ നിങ്ങൾ ചെയ്യുന്നതാ ഈ സമൂഹത്തിന് വേണ്ടി അവനെ മാറ്റാൻ ശ്രമിക്കുന്നു. അവൻ്റെ എല്ലാ സന്തോഷങ്ങളും സങ്കടങ്ങളും ഇഷ്ടങ്ങളും ദേഷ്യങ്ങളും എല്ലാം നിങ്ങളോടായിരുന്നില്ല അവൻ പറഞ്ഞിരുന്നത്. അവൻ അത്ര ഇഷ്ടമായിരുന്നില്ല നിങ്ങളെ. ഇപ്പോൾ ഒരു പ്രശ്നം വന്നപ്പോൾ നിങ്ങൾക്ക് അവൻ്റെ കൂടെ നിൽക്കാൻ പറ്റുന്നില്ല അല്ലേ? നമ്മൾ അവനെ അംഗീകരിച്ചില്ലെങ്കിൽ വേറെ ആരാ അവനെ അംഗീകരിക്കുക? അവൻ്റെ ഏറ്റവും വിഷമഘട്ടത്തിലൂടെ അവൻ കടന്നു വന്നപ്പോൾ അവൻ്റെ അടുത്ത് നിന്ന് അവനെ സമാധാനിപ്പിക്കാൻ പോലും ഞാൻ ശ്രമിച്ചില്ല. അവൻ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ലേ എൻ്റെ നിങ്ങളുടെയൊക്കെ പ്രസൻസ്? എൻ്റെ കുഞ്ഞോട് ചങ്ക് പൊട്ടി കരഞ്ഞപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് നിന്ന് ആശ്വസിപ്പിക്കുകയും ചെയ്തില്ല. ഞാൻ നല്ലൊരു അമ്മയല്ല. ഹലോ, കുറേ നേരം കിടന്നെടുക്കുന്ന എന്താ? നിന്നെ കുറിച്ചൊരു വിവരമല്ലോ. യോങ്കിയോട് ചോദിച്ചാ അവനറിയില്ല. അവർ വിളിച്ചിട്ട് നീ ഫോൺ എടുക്കുന്നില്ല. റാം വിളിച്ചിട്ടാ നീ ഫോൺ എടുക്കാത്ത? ഞാൻ തന്നെ എത്രാമത്തോട്ടായി വിളിക്കുന്നത്? എന്ത് കോലാണത്? ഒരു മാസം കൊണ്ട് നീ ആകെ മാറിയല്ലോ. നിങ്ങളൊക്കെ എന്തിനായി കടന്ന് വിളിക്കുന്ന? നിന്റെ മണിദ്ര, നീ വെറുതെ എൻ്റെ വായിന്നിരിക്കുന്ന കേൾക്കരുത്. വെറുതെ എന്നെ കൊണ്ട് തെറി പറയിപ്പിക്കരുത്. വീട്ടിലെ ആൾക്കാരില്ലതാ. അതേ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാണ്ട്. ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് ഫിക്സ് ചെയ്തു. സോ അതിന് മുന്നേ നമ്മളെല്ലാവരും കൂടി ഒന്ന് കൂടുന്നു. അത് നിന്നെ ഒന്ന് അറിയിക്കാന്ന് വെച്ചാൽ നീ ഫോൺ എടുക്കണ്ടേ? അതെ, നമ്മൾ കൂടുന്നില്ല, നിങ്ങൾ കൂടിയാൽ മതി. ഞാനൊന്നുമില്ല.
ചേട്ടാ, ഒന്ന് വാ. എല്ലാവരും ഉണ്ട്, പ്ലീസ്, എനിക്ക് വേണ്ടി. ഇനിയിപ്പോൾ എല്ലാവരും കുറച്ച് കാലത്തിന് ബിസി ആയിരിക്കും, ജോലി തേങ്ങ വാങ്ങാന്ന് പറഞ്ഞു. എൻഗേജിന് എന്തായാലും നീ വല്ല നിൽക്കണം. നിനക്ക് പലർച്ചല്ലേ ആൾക്കാർ കൂടുന്നിട്ട്. ഇതിനെങ്കിലും വാ പ്ലീസ്. ഓക്കെ ഓക്കെ, ഞാൻ വന്നോളാം. ഓ താങ്ക് യു മുത്തേ, താങ്ക് യു. ഞാൻ ലൊക്കേഷൻ വിടാം. ഓക്കെ, ബൈ. എന്താണ് എൻ്റെ പൊന്നുജിയ, നീ എനിക്കൊരു സമാധാനം തരാൻ ഉദ്ദേശിച്ചിട്ടില്ലേ? ഓ, നീ പരിപാടി എപ്പോഴും ചോദിച്ചില്ലല്ലോ. നാളെ ഈവനിങ്. ഓക്കെ ഓക്കെ. ആഹാ, വന്നല്ലോ നമ്മുടെ ഹീറോ. ഫൈനലി നിന്നെ ഒന്ന് കണ്ടല്ലോ. എൻ്റെ പൊന്നുദ്രവ, നീ എവിടെയായിരുന്നു? എന്ത് കോലാടോ ഇത്? മുടിയൊക്കെ വളർത്തി നീ അത് സന്യാസത്തിന് പോന്നു. ഓ ധ്രുവ, ഫൈനലി നിന്നെ കണ്ടല്ലോ. സന്തോഷായി മോനെ. നീയൊക്കെ മാറിപ്പോയല്ലോടാ, മുടിയൊക്കെ വളർത്തി. നിനക്ക് നന്നായി ചേരുന്നുണ്ട്. നീ എന്തൊന്നും മിണ്ടാതെ നിൽക്കുന്ന? ഞാനെന്ത് പറയാനാ? എൻ്റെ ദൈവമേ, നമ്മൾ ധ്രുവ തന്നെയാണിത്. ഇത് മാറ്റടാ നിനക്ക്. എനിക്കിതെന്താ പറ്റിയേ? വിളിച്ച ഫോൺ എടുക്കില്ല, സംസാരമില്ല, ചിരിയില്ല. നീ ഓക്കെ ആണല്ലോ അല്ലേ? നിങ്ങളിത് അവന് നേരെ കുറച്ച് ചോദ്യങ്ങൾ അറിയാതെ അവന് കുറച്ച് സമാധാനം കൊടുക്കും. ഓ ആ, എനിവേ ഓക്കെ. ഞങ്ങളുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ദിവസം വരാൻ പോകുന്നത്. ഞങ്ങളുടെ ഒരുപാട് നാളത്താക്കലും. അതുകൊണ്ട് തന്നെ ഇത് ഞങ്ങളുടെ ഒക്കെ ട്രീറ്റ്. അപ്പോൾ നമുക്ക് ഫുഡിൽ നിന്ന് തുടങ്ങാം, എന്നിട്ട് വിശേഷങ്ങളൊക്കെ പറയാൻ കണ്ടേ. സമാന, ഞാൻ യുവ അന്വേഷിക്കുന്നുണ്ടായിരുന്നല്ലോ. ഞങ്ങളുടെ ഫോണൊന്നും എടുക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് എന്താ സംഭവം? ഓ, അത് വേറെ ഒന്നല്ല. ഞാൻ അവളോട് എൻ്റെ ഇഷ്ടം തുറന്നറിഞ്ഞു. അവൾ അപ്പളേ പറഞ്ഞു അവളെ എന്നെ അങ്ങനെ കണ്ടിട്ടില്ല. ഇനി എന്ത് പറയാനപ്പോൾ എന്നെ അന്വേഷിക്കുന്നത്? നീ ഒന്ന് കോൾ എടുത്ത് നോക്ക്, പ്രതീക്ഷയ്ക്ക് വകയുണ്ടെങ്കിലോ. ഞാൻ അവളെ വിളിച്ചത് അങ്ങോട്ട്, പക്ഷേ അവൾക്ക് അർജൻറ്റായിട്ട് അങ്ങോട്ട് പോവാണ്ടെന്ന് പറഞ്ഞു. എനി വിജയ, കൺഗ്രാറ്റ്സ്. എൻ്റെ കാത്തിരിപ്പിൻ്റെ അവസാനം വിരാമമായിരിക്കുന്നു അല്ലേ? താങ്ക് യു താങ്ക് യു. ജിയ, കൺഗ്രാറ്റ്സ്. പിന്നെ എനിക്കൊരു കാര്യം പറയണ്ടായിരുന്നു. മറ്റേ ചേച്ചി കമ്മയിൽ ജോലി കിട്ടിയ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ. അവരുടെ USA ബ്രാഞ്ചിലേക്ക് ഞങ്ങൾ മാറാൻ പോവാം. അതെന്തിനാ? നിങ്ങൾക്ക് ഇവിടെ തന്നെ ജോലി ചെയ്യാലോ, പിന്നെന്താ? അതെ, നിങ്ങൾക്ക് ഇവിടെ ജോലി കിട്ടണമെന്നായിരുന്നല്ലോ ആഗ്രഹം. പിന്നെ എന്താടാ, ഒരു സജസ്റ്റ് ചെയ്താണോ? ഞങ്ങൾ ചോദിച്ചു വാങ്ങിയതാ. ഞങ്ങൾക്കൊരു മാറ്റം അനിവാര്യം തോന്നി. ജിമീൻ പറഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് എനിക്കും തോന്നി. അതാ സോ ഞങ്ങൾ പോവാണ്. അപ്പോൾ അതെല്ലാവരോടും പറയണമെന്നുണ്ടായിരുന്നു. എന്നിട്ട് എന്നാ പോകുന്നത്? മറ്റന്നാ പോവും. ഓ, എന്നിട്ട് എന്നാണ് തിരിച്ചു വരിക? അപ്പോൾ നിങ്ങളെൻ്റെ എൻഗേജ്മെൻറ്റ് ഉണ്ടാവില്ല അല്ലേ? കല്യാണത്തിനെങ്കിലും എത്തുമോ? സോറി ഡി, ചിലപ്പോൾ ഇനി തിരിച്ചറിവുണ്ടാവില്ല. ജീവന, നീ വന്നേ, എനിക്ക് അതിനെ കുറിച്ച് സംസാരിക്കാണ്ട്. ഞാൻ പോവാ. ഞാൻ ഇറങ്ങാം. എല്ലാവർക്കും നല്ലത് മാത്രം പറ്റാം. ബൈ. ജിയ, ഞാനിപ്പോൾ വരാം. ധ്രുവ,